മക്കളെ തറാവിക്ക് പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ആ കുട്ടി ആ മനുഷ്യൻ്റെ ബാക്കിലുള്ള സ്റ്റൂൾ എടുത്ത് പോയി. ആ നിസ്കരിക്കുന്ന ആ മനുഷ്യൻ അറിയണില്ല ഇതിൻ്റെ ബാക്കിൽ നിന്ന് ഞാൻ ഇരിക്കേണ്ട സ്റ്റൂള് ആരോ എടുത്തു പോയിട്ടുണ്ടെന്ന് ആ കുട്ടി അറിയണ്ട. അല്ല, ആ മനുഷ്യൻ അറിയണ്ട. ഇല്ല, കുട്ടി അറിയണ്ട. കുട്ടി അറിയില്ല. കുട്ടി കളിക്കാനും നിലക്ക് കുട്ടി എടുത്ത് പോയി. ഇപ്പോൾ റുക്കൂക്ക് പോയിട്ടാ ആ സ്റ്റൂൾ വെച്ച ആളറിയില്ല എൻ്റെ ബാക്കിൽ നിന്ന് സ്റ്റൂൾ എടുത്ത് പോയിക്കണമെന്ന്. സമീഅല്ലാഹു ലിമനിക്ക് എത്തി. ഇനി സുജൂദക്ക് പോവാണ്. എല്ലാവരും സുജൂദക്ക് പോകുമ്പോൾ ഈ സാധു സ്റ്റൂൾ ഉണ്ടല്ലോ എന്ന് അല്ലെങ്കിൽ കാലുമുട്ട് വേദനയുള്ള ആളാണ്. ബദിരീങ്ങളെ കണ്ട ആ സാധു വീണ് തൊപ്പിയൊക്കെ തെറിച്ച് പോയി. ആ കുട്ടിയാണെങ്കിൽ വിവരം അറിയണമില്ല. കുട്ടിക്കറിയില്ല. കുട്ടീനെ പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടിക്ക് എങ്ങനെ ഇതറിയാം? കുട്ടീൻ്റെ പ്രായം അതല്ലേ. കുട്ടിക്ക് അത്രയല്ലേ അറിയുള്ളൂ. കണ്ടില്ല, ആ സാധു ഇരുന്ന് ആ ഇരുത്തത്തിൽ തന്നെ നിസ്കാരം. അതിൻ്റെ ഊരപ്പെട്ടി കലങ്ങിപ്പോവും. എന്താ ചെയ്യുക? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് തറാവിക്ക് കൊണ്ടുവരുന്ന ആളുകൾ ശ്രദ്ധിക്കാനായിട്ടാണ്. പെരയിൽ വീട്ടിൽ സ്ത്രീകൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടായിട്ടേ വല്ലിപ്പാൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഇപ്പാൻ്റെ അടുത്തോ പറഞ്ഞയക്കും, കുട്ടീനെ പള്ളിയിൽ കൊണ്ടുപോയിക്കോളി. പക്ഷെ പള്ളിയിൽ വന്നിട്ട് പള്ളിയിൽ ചെയ്യേണ്ട ദുൽമ എന്താണെന്നുള്ളത് ഈ രക്ഷിതാക്കളോ അതുപോലെ തന്നെ ഈ ഉമ്മമാരും അറിയണ്ട. ഒരിക്കലും അറിയില്ല. കണ്ട ദുൽമ കണ്ടൊക്കെ ചെയ്തത്. ആ സാധു ഒന്നും അറിഞ്ഞിട്ടില്ല. ആ കുട്ടി അവിടെ കളിക്കാണ്. ആ കുട്ടി പോയി പുറത്തേക്ക് പോയിക്കണേ. കുട്ടി കണ്ട പുറത്ത് പോയി ചളിയിലൊക്കെ ചവിട്ടി കളിച്ച് വരവാണ്ടില്ലേ. വലൈക്കും അസ്സലാം. ചളിയിലൊക്കെ കളിച്ച് നേരെ വരുന്നുണ്ട് പള്ളിയേക്ക്. പള്ളിയേക്ക് എത്തി. ആടോക്കി ആ ചളിക്കാലോടൊക്കെ നേരെ പള്ളിയിലെത്തി ചവിട്ടി കളിച്ച് കണ്ട അതാ ചാടി കളിച്ചണ്. ആ സാധു കുട്ടി അതിന് ഈ വിവരമൊന്നും അറിയില്ല. കാരണം പുറത്ത് പോയിക്കാട്ട് അകത്തേക്ക് വരാൻ പാടില്ല എന്നുള്ള വിവരമൊന്നും ആർക്കറിയില്ല. ആ കുഞ്ഞിനറിയില്ല. പക്ഷേ ഈ കൊണ്ടുവരേണ്ട രക്ഷിതാക്കളുണ്ടല്ലോ, പള്ളിക്ക് കൊണ്ടുവരേണ്ട രക്ഷിതാക്കൾ, അത് കൂടെ ആ കുട്ടീനെ നിർത്താൻ പറ്റുമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ആ കുട്ടികളെ പള്ളിയേക്ക് കൊടുത്താൽ മതി. ഇത് അവർ നിസ്കരിക്കുക, കുട്ടികളെ ബാക്കിലില്ല. എന്നിട്ട് ബാക്കിൽ നിന്ന് ചെയ്യുന്ന ദുൽമോ. ഏതായാലും ആ സാധുവിൻ്റെ നിസ്കാരം കഴിഞ്ഞ് ആ സാധു ചുറ്റു ഭാഗം നോക്കുകയാണ് എന്താ പഠിച്ചവനെ സംഭവിച്ചതെന്ന്. എന്താന്ന് ഒന്നും ഒരു പിടുത്തമില്ല. എന്താ ഇത് സംഭവിച്ചതെന്ന് ഒരു പിടുത്തമില്ല. ഏതായാലും ആ സാധു മറ്റുള്ളവർക്ക് കൈ കൊടുത്ത് കാട്ട് സംഭവങ്ങൾ പറയുകയാണ്. ഇതാ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ ബാക്കിൽ സ്റ്റൂൾ ഉണ്ടായിന്, അത് ആരോ എടുത്ത് കൊണ്ടുപോയി. ഏതായാലും എനിക്കിട്ട് ഊര വേദനയായിട്ട് വയ്ക്കുക, എനിക്ക് എണീക്കാനാണെങ്കിൽ അതും വയ്യ എന്ന് പറഞ്ഞ് അതാ ഒരാളായി സാധുവിൻ്റെ തൊപ്പിയൊക്കെ എടുത്ത് കൊടുക്കണ്. വിഷയം പറഞ്ഞപ്പോൾ ഏതായാലും വല്ലാത്തൊരു ദുൽമാണ് ഓരോരുത്തർ ചെയ്യേണ്ടത്. പക്ഷെ ആ കുട്ടിക്ക് എന്തരണം? ഇനിയിപ്പോൾ ഏതായാലും അയാൾക്ക് നീച്ചിരിക്കാൻ കഴിയില്ല, അതിന് നീച്ചാൻ കഴിയില്ല. അങ്ങനെ അയാൾക്കൊരു സ്റ്റൂള് കൊടുന്നു കൊടുക്കുന്നുണ്ട്. ഒരാളൊരു സ്റ്റൂള് കൊടുന്നു കൊടുക്കും. ഇങ്ങോട്ടാണ് എണീക്കുക. ആ കൊടുന്നു കൊടുക്കണം കേട്ടാ. ആ സ്റ്റൂള് കൊടുന്നു കൊടുത്ത് ഇനി അയിമക്ക് അയാൾ എണീക്കേണ്ട രംഗൊന്ന് നോക്കി. ആ സാധുവിന് നീച്ചാൻ വയ്യ. ആണ്ട് നോക്കി ആ സാധു നിരങ്ങിയാണ് അയിമക്ക് കയറി എടുക്കേണ്ടത്. എന്താ അപ്പം അതിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കാണ്. അതാ കണ്ട നമുക്ക് കയറിയിരുന്ന്. പക്ഷെ ആ സാധുവിന് അറിയണില്ല ഇത് ആരാ ചെയ്തതെന്ന്. സാധുവിനും അറിയില്ല കേട്ടാ. അതാ രസം. ഏതാ ഇനിയിപ്പോൾ നമ്മൾ കാത്തുക്കേണ്ട ഫുലാന് വരുന്നോക്കാണ്, നമ്മളാ കുട്ടി വരുന്നോക്കാണ്. ആ വരുന്നത് അടുത്തൊരു കപ്പലേറ്റ് ബന്ധുക്കള് വല്ലാത്ത അവിടുന്ന് എന്തൊക്കെയോ പറിച്ചെടുത്ത് തുറന്ന് കാട്ട് ആയിട്ട് കളിക്കാണ്. ഏതോ കസാലിൻ്റെ പറിച്ചുകള് ഇവിടെ വണ്ടി പിടിച്ച് കടിച്ചിരുന്ന മാതിരി കളിക്കാണ്. ആ രക്ഷിതാക്കളുടെ അതിൻ്റെ രക്ഷിതാവാണ് ആ വരുന്നത്. ആ വരുന്നത് അപ്പോൾ ആരോ പരാതി പറഞ്ഞ ഇങ്ങനെ സംഭവിച്ചേക്കണ്. ആ പറിച്ചെടുത്തേക്കണ്. ഞാൻ അതിനെ പിടിച്ച് കണ്ടില്ലേ. അതവിടെ വെച്ച് ആ കുട്ടീനടുത്ത്. ഇത് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, രക്ഷിതാക്കളാണ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. കണ്ടില്ലേ. ഇനിയിപ്പോൾ പറഞ്ഞ് അവർക്ക് മനസ്സിലായി സംഭവം ഇപ്പം ചെയ്തതാണ് ഇതെന്ന്. അപ്പം ഞാൻ അവിടെ പോയിട്ട് പറഞ്ഞിട്ട് മസലത്താക്കാണ്, ഇവൻ്റെ അടുത്ത് പറ്റിയതാണ്, സാരമില്ല. ഏതായാലും ഇനി തറാവിക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള സംഭവങ്ങൾ വരാതെക്കാൻ അങ്ങനത്തെ കുട്ടികളെ തറാവി കൊണ്ടുപോയാൽ മതി. ഈ ദുൽമയിനെ കുട്ടികളെ കൊണ്ടാണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.